അശാന്തിയുടെ 1000 ദിനങ്ങൾ പൂർത്തിയാവുകയാണ്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുക്രൈൻ റഷ്യ യുദ്ധം ഇന്നും തുടരുന്നു. 44 ദശലക്ഷം ജനസംഖ്യയുള്ള യുക്രൈനെ വേഗത്തിൽ തോൽപ്പിക്കാം എന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കരുതിയിരുന്നത്. എന്നാൽ അതത്ര എളുപ്പമല്ല എന്ന് റഷ്യയ്ക്ക് ബോധ്യമാകുന്ന നാളുകളായിരുന്നു ഈ 1000 ദിവസങ്ങൾ. യുക്രൈൻ നടത്തിവരുന്ന ധീരമായ പ്രതിരോധത്തിനു മുന്നിൽ റഷ്യയ്ക്ക് അടിപതറുകയാണുണ്ടായത്. വൻതോതിലുള്ള മിസൈൽ ആക്രമണമാണ് യുക്രൈന് നേരെ റഷ്യ അഴിച്ചുവിട്ടത്. റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ മാർഗങ്ങളും പയറ്റി. വേണ്ടിവന്നാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള പ്രഹരത്തിലേക്ക് കടക്കും എന്ന ഭീഷണി വരെ പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായി. റഷ്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ തകർത്ത് അവരുടെ അധീനതയിലുള്ള സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്താൻ യുക്രൈൻ കാണിച്ച ധൈര്യത്തെ അത്ഭുതത്തോടെയാണ് ലോകം നോക്കിക്കണ്ടത്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ യൂറോപ്യൻ യൂണിയനുമായും US നേതൃത്വം നൽകുന്ന നേറ്റോ സൈനിക സഖ്യമായും അടുക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചതിന്റെ ഫലമാണ് ഈ യുദ്ധം. അതല്ലെങ്കിൽ റഷ്യ തങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി നടത്തുന്ന ചെറുത്തുനിൽപ്പായും ഈ യുദ്ധത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഈ 1000 ദിനങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത്. യുക്രൈന് നേരെ റഷ്യ ആക്രമണം അഴിച്ചുവിടുന്നത്. നേറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അതാണ് ഇങ്ങനെയൊരു യുദ്ധത്തിൽ കലാശിച്ചത്. 1949 ഏപ്രിൽ 4-ന് ഒപ്പുവെച്ച ഉത്തര അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പരസ്പര സൈനിക സഹകരണം ഉറപ്പാക്കുന്നതിന് രൂപം കൊണ്ട സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നേറ്റോ എന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈൻ യൂറോപ്യൻ യൂണിയനുമായും US നേതൃത്വം നൽകുന്ന നേറ്റോ സൈനിക സഖ്യമായും അടുക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചതിന്റെ ഫലമാണ് ഈ ഒരു യുദ്ധമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതുപോലെ തന്നെ റഷ്യയെ പ്രതിരോധത്തിലാക്കാൻ നേറ്റോ സഖ്യവും അമേരിക്കയും ശ്രമിച്ചതിന്റെ ഫലം കൂടിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം. റഷ്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന യുക്രൈൻ കൂടി നേറ്റോ സൈനിക സഖ്യത്തിന്റെ ഭാഗമായാൽ റഷ്യയെ തകർക്കുക എന്ന ലക്ഷ്യം എളുപ്പമാകും. ഇതിനെതിരെയുള്ള പ്രതിരോധമാണ് റഷ്യ യുക്രൈനുമായി നടത്തുന്ന ഈ ഒരു യുദ്ധം. 10 ലക്ഷത്തിലധികം പേരെ ഈ ഒരു യുദ്ധം ബാധിച്ചിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. നമുക്കറിയാം, എല്ലാ യുദ്ധങ്ങളെ പോലെയും ഇവിടെയും സാധാരണക്കാർ തന്നെയാണ് ഇരകളെന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഇരുഭാഗത്തുമായി നിരവധി മനുഷ്യർ മരിച്ചു വീണു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിന്റെ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. UN റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ചില കണക്കുകൾ നമുക്ക് നോക്കാം. 2024 ആഗസ്റ്റ് വരെയുള്ള UN അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 12,000-ൽ അധികം പേർ ഈ ഒരു യുദ്ധത്തിൽ മരിച്ചു വീണു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ തന്നെ 589 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് അതിലേറെ സങ്കടകരമായ ഒരു കാര്യമാണ്. എത്ര പേർക്ക് പരിക്കേറ്റു എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. 25,000-ൽ അധികം പേർക്കാണ് ഈ യുദ്ധത്തിൽ പരിക്കേറ്റത് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. UN നൽകുന്ന, ഐക്യരാഷ്ട്രസഭ നൽകുന്ന അനൌദ്യോഗിക കണക്കുകളിൽ നിന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. 2024 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകളാണ്. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ റഷ്യൻ അധീന മേഖലയിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മരണസംഖ്യ ഇനിയും കൂടി കൂടുന്നതായിരിക്കും. ഇനി വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ 80,000 യുക്രൈൻ സൈനികർ ഈ ഒരു 1000 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ 4 ലക്ഷത്തോളം പേർക്ക് ഈ ഒരു യുദ്ധത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് എന്നുള്ളത് തന്നെയാണ്. ഒരു ആണവ യുദ്ധത്തിലേക്കാണോ ഇനിയുള്ള പോക്ക്? അതാണോ റഷ്യയുടെ നിലപാട്, അല്ലെങ്കിൽ അതാണോ റഷ്യ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവിടെയും നമ്മൾ കാണുന്നത് തന്നെയാണ്, ലോകരാജ്യങ്ങളൊക്കെ ഏത് രീതിയിൽ ഇടപെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയുടെ നിലപാട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ബൈഡന് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അതെന്താണ് എന്ന് നോക്കാം. റഷ്യയെ ആക്രമിക്കാനുള്ള അനുമതി US ഭരണകൂടം, ബൈഡന്റെ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ US നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ യുക്രൈന് US
നൽകിയിരിക്കുന്നത്. അത് എന്താണ് എന്ന് പരിശോധിച്ചാൽ എന്താണ് ഈ ഒരു അനുമതി എന്ന് നോക്കിയാൽ അതിന് പിന്നാലെ തന്നെ 70 മിസൈൽ ലോഞ്ചറുകൾ അടക്കം റഷ്യയ്ക്കും നൽകിയിട്ടുണ്ട് ഉത്തര കൊറിയ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഭാഗത്ത് US നിൽക്കുമ്പോൾ മറുഭാഗത്ത് റഷ്യയ്ക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികർ എത്തിയിട്ടുണ്ട്, മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഏതായാലും അമേരിക്ക നൽകിയ ഈ ദീർഘദൂര മിസൈൽ യുക്രൈൻ റഷ്യയ്ക്കെതിരെ പ്രയോഗിക്കുന്നത് യുദ്ധത്തിൽ അമേരിക്കയും നേറ്റോയും പ്രത്യക്ഷ ഇടപെടൽ നടത്തുന്നതായിട്ടുള്ള ഒരു പ്രതീതി തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതുവരെ ബൈഡന്റെ നിലപാട് ഇത്തരത്തിലായിരുന്നു. ഈ നയമാണ് പക്ഷേ ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ ബൈഡൻ തിരുത്തിയിരിക്കുന്നത്. 306 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യം ഭേദിക്കാനാകുന്ന ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം അതാണ് ഈ അമേരിക്ക യുക്രൈന് സഹായമായി നൽകിയിട്ടുള്ളത്. അത് ഉപയോഗിക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. അടുത്ത ജനുവരിയിൽ ട്രംപ് അടുത്ത പ്രസിഡന്റായി സ്ഥാനമേൽക്കാനിരിക്കുകയാണ്. നമുക്കറിയാം ഈ US തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം, അതുപോലെ തന്നെ ഗസ യുദ്ധം, ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അതായിരുന്നു ലോകരാജ്യങ്ങൾ ഏറ്റവും ആശ്വാസത്തോടുകൂടി കേട്ട ഒരു കാര്യമായിരുന്നു. ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയുടെ ഇനിയുള്ള ശ്രമങ്ങൾ എന്നുള്ളത് എടുത്ത് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അറിയില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. അതിനിടയിലാണ് ബൈഡൻ ഭരണകൂടം ഇങ്ങനെയൊരു അനുമതി യുക്രൈന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ട്രംപിന്റെ ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ട്രംപ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചെറുതായി ഒന്ന് പരിശോധിച്ചാൽ റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങളിൽ നിന്ന് 80% തിരികെ നൽകുക എന്നുള്ളതാണ് ട്രംപ് ഒരു 4 കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പല പ്രദേശങ്ങളും ഇപ്പോഴും റഷ്യയുടെ അധീനതയിൽ തന്നെയാണുള്ളത്. അതിൽ 20% മാത്രം തങ്ങളുടെ പക്കൽ വെച്ചതിന് ശേഷം ബാക്കി 80% റഷ്യ യുക്രൈന് തിരികെ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റായി ട്രംപ് മുന്നോട്ട് വെക്കുന്നത് നേറ്റോയിൽ യുക്രൈൻ അംഗമാകില്ല എന്ന് ഉറപ്പ് നൽകുക. നമുക്കറിയാം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ നേറ്റോ അംഗത്വവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ നേറ്റോയിൽ യുക്രൈൻ അംഗമാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ നേറ്റോയിൽ അടുത്ത 20 വർഷത്തേക്ക് യുക്രൈൻ അംഗമാകില്ല എന്നുള്ള ഉറപ്പ് നൽകുക എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിർത്തിയിൽ ബഫർ സോണുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് യുക്രൈന് സഹായമായി ആയുധങ്ങൾ നൽകുക എന്നുള്ളത് തന്നെയാണ്. പല തരത്തിലുള്ള സഹായങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 1000 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇനിയുള്ള യുദ്ധത്തിന്റെ പോക്ക് ഏത് രീതിയിലായിരിക്കും, ഇതിനൊരു അവസാനം ഉടൻ ഉണ്ടാകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. അമൃത, 2022 ഫെബ്രുവരിയിൽ യുക്രൈനെ റഷ്യ ആക്രമിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് കിയവ് കീഴടക്കാം എന്നുള്ളതായിരുന്നു. ആ തരത്തിൽ തന്നെയായിരുന്നു റഷ്യ ഈ യുദ്ധം പ്ലാൻ ചെയ്തതും. പക്ഷേ യുക്രൈന് എല്ലാവിധ സഹായവും അമേരിക്കയും അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളും നൽകിയതോടുകൂടി ഈ യുദ്ധത്തിൻ്റെ ഗതി തന്നെ ആകെ മാറി. വ്ളാദിമിർ സെലൻസ്കി എന്ന് പറയുന്നത് ഒരു വളരെയേറെ കോമഡി ഉള്ള ഒരു നേതാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം നേരത്തെ കൊമേഡിയനായിരുന്നു. രാഷ്ട്രീയത്തിലും ഒരു കോമഡി താരമായിരിക്കും എന്നെല്ലാം വിചാരിച്ചിരുന്നുവെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിന്നും മാറി അദ്ദേഹം വലിയൊരു യുദ്ധവീര പരിവേഷത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അമേരിക്കയുടെയും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ശക്തമായ പിന്തുണ, ആയുധങ്ങളുടെ സഹായം, സാമ്പത്തിക സഹായം, ഇതിലെല്ലാം ഭാഗമായി റഷ്യക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാനും യുദ്ധമുന്നണിയിൽ ഉറച്ചു നിൽക്കാനും യുക്രൈന് സാധിച്ചു. പക്ഷേ 60 ലക്ഷം മനുഷ്യരുടെ പലായനത്തിന് യുക്രൈന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. നിരവധി നഗരങ്ങളിൽ 2500 കുട്ടികളടക്കം കൊല്ലപ്പെടുന്നു. മരിയുപോൾ നഗരം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ വലിയൊരു കൂട്ടക്കൊല തന്നെയാണ് നടന്നത്. 20,000 ആളുകൾ അവിടെ തന്നെ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ വലിയ കൂട്ടക്കൊലകൾ നടന്നു. ഡൊണസ്ക്, ലുഹാൻസ്ക് എന്നീ പ്രവിശ്യകൾ പൂർണ്ണമായും റഷ്യ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടേക്ക് വേണ്ടി പ്രത്യേകമായി പ്രഖ്യാപനം നടത്തുകയും അവിടെ പുതിയ ഭരണകൂടത്തെ റഷ്യ സ്ഥാപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ യൂറോപ്പിൻ്റെ പ്രത്യേകമായ ഗതിയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, 2ാം ലോക യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധമായി തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം മാറുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായും കാണാൻ കഴിയുന്നത് ക്രൂസ്ക് എന്ന് പറയുന്ന ഒരു മേഖല റഷ്യയിൽ നിന്ന് ഈ അവസാന ഘട്ടത്തിൽ യുക്രൈന് പിടിച്ചെടുക്കാൻ സാധിച്ചിരിക്കുന്നു. ഭാഗികമായെങ്കിലും അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ യുക്രൈൻ്റെ കയ്യിലാണ്. പക്ഷേ അത് തിരിച്ചുപിടിക്കാനുള്ള അവസാനവട്ട ശ്രമം എന്ന നിലയിലാണ് വടക്കൻ കൊറിയയിൽ നിന്നും ഒരു സൈന്യത്തെ 10,000-ഓളം വരുന്ന സൈന്യത്തെ റഷ്യ ഇവിടേക്ക് ഇറക്കുന്നത്. വടക്കൻ കൊറിയയുടെ സൈന്യം ക്രൂസ്ക് മേഖലയിലുണ്ട്. അവിടെ നിന്നും ഈ യുക്രൈൻ പട്ടാളത്തെ ആട്ടിയോടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതിനെ തടയിടാനാണ് ഇപ്പോൾ അമേരിക്ക പുതിയൊരു സഹായം യുക്രൈന് നൽകുന്നത്. അതായത് അവരുടെ ദീർഘദൂര മിസൈലുകൾ ഈ ക്രൂസ്കിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു അനുമതി അമേരിക്ക ബൈഡൻ ഭരണകൂടം റഷ്യക്ക് നൽകുകയാണ്. അതോടുകൂടി സംഭവിക്കുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനോട് എങ്ങനെ റഷ്യ പ്രതികരിക്കും എന്നുള്ളതാണ്. അതായത് ദീർഘദൂര മിസൈലുകൾ റഷ്യൻ മണ്ണിൽ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി കിട്ടുന്നതിനെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പരസ്യമായി പ്രതികരിക്കുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അമേരിക്ക യുക്രൈനിൽ ഇറങ്ങിക്കളിക്കുന്നു, ഈ യുദ്ധമുഖത്ത് അമേരിക്കയുണ്ട് എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തി. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധം മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക കൂടിയുണ്ട്. കാരണം ഈ അടുത്താണ് റഷ്യ അവരുടെ ആണവ നയം മാറ്റുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന റഷ്യൻ നയം അനുസരിച്ച് ഒരു ആണവായുധമുള്ള രാജ്യത്തിന് നേരെ മാത്രമേ റഷ്യ ആണവായുധം പ്രയോഗിക്കൂ എന്നുള്ളതായിരുന്നു റഷ്യയുടെ ഒരു നയം. പക്ഷേ ഇപ്പോൾ അവർ അത് മാറ്റുന്നു. പ്രത്യേകിച്ചും യുക്രൈൻ്റെ കയ്യിൽ ആണവായുധം ഇല്ലാത്തത് കൊണ്ടാണ് അത്തരമൊരു നയം മാറ്റത്തിലേക്ക് പോകുന്നത്. ആണവ ആയുധമുള്ള ഏതെങ്കിലും രാജ്യം റഷ്യക്കെതിരായിട്ടൊരു രാജ്യത്തെ സഹായിച്ചാൽ, ഉദാഹരണത്തിന് അമേരിക്കയുടെ കയ്യിൽ ആണവായുധമുണ്ട്, അമേരിക്ക യുക്രൈനെ സഹായിക്കുകയാണെങ്കിൽ ആ യുക്രൈനെതിരെയും ആണവായുധം പ്രയോഗിക്കാം എന്ന തരത്തിൽ അവരുടെ ആണവ നയം പുടിൻ മാറ്റുകയാണ്. മറുഭാഗത്ത് പുടിനുമായി നല്ല ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 അധികാരമേൽക്കാൻ പോവുകയാണ് അമേരിക്കയിൽ. ഡൊണാൾഡ് ട്രംപ് വരുന്നതോടുകൂടി ഈ യുദ്ധം അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പ്രചാരണ വേളകളിലെല്ലാം പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ഈ വിജയപ്രഖ്യാപന പ്രസംഗത്തിലും ഡൊണാൾഡ് ട്രംപ് അത്തരമൊരു പ്രഖ്യാപനം നടത്തി. ഞാൻ അധികാരത്തിലേറിയാൽ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും, യുദ്ധം ഒന്നും തുടങ്ങില്ല, ഞാൻ എല്ലാം അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് ഈ യുദ്ധത്തിൻ്റെ ഒരു ഗതി മാറ്റാൻ ബൈഡൻ വിചാരിക്കുന്നുണ്ടോ, അതല്ല വേറെ ഏതെങ്കിലും തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവോ എന്ന് നിർണ്ണയിക്കാൻ പോകുന്ന ദിനമാണ് ഈ 1000 ദിവസം പിന്നിടുന്ന ദിവസം. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു 4 ഫോർമുലയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ 20% റഷ്യയുടെ കൈവശം തന്നെ വെക്കുക, ബാക്കി 80% തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അതിന് പകരമായി 20 വർഷത്തേക്ക് നാറ്റോയിൽ യുക്രൈൻ അംഗമാകില്ല എന്ന ഉറപ്പ് നേടിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ യുദ്ധം തുടങ്ങാൻ തന്നെയുള്ള കാരണമായി റഷ്യ പറയുന്നത് തങ്ങളുടെ അതിർത്തിയിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് യുക്രൈനും റഷ്യയും. അവിടങ്ങളിൽ ഒരു നാറ്റോക്ക് ഒരു താവളം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റഷ്യയുടെ തലസ്ഥാനത്തേക്ക് അമേരിക്കയുടെ അല്ലെങ്കിൽ നാറ്റോയുടെയോ ബോംബുകൾ വീഴ്ത്താൻ വെറും കിലോമീറ്ററുകൾ മാത്രമാണ് ദൂരമുണ്ടാവുക. ആ ഒരു തലത്തിൽ ഒരു നാറ്റോക്ക് തങ്ങളുടെ അതിർത്തിയിൽ ഒരു താവളം ഉണ്ടാകുന്നതിനെ തടയാനാണ് ഈ യുദ്ധം എന്നുള്ളതാണ് റഷ്യയുടെ ന്യായം. അപ്പോൾ 20 വർഷത്തേക്ക് യുക്രൈനെ നാറ്റോ അംഗമാക്കില്ല എന്നുള്ളതാണ് ഇതിനു പകരമായി ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം. അതേപോലെ തന്നെ ഈ അതിർത്തിയിൽ യുക്രൈൻ്റെയും റഷ്യയുടെയും അതിർത്തിയിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കും, അവിടെ ഒരു മതിൽ പോലെ ഉണ്ടാക്കും, അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ പണം അമേരിക്കയല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും പോളണ്ട്, ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾ ചെലവഴിക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. നാലാമത്തൊരു കാര്യം, യുക്രൈന് സഹായമായി അവരുടെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങൾ അമേരിക്ക നൽകും. ഇങ്ങനൊരു 4 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഫോർമുലയാണ് ട്രംപ് തയ്യാറാക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ജനുവരി 20 ശേഷം യുക്രൈൻ യുദ്ധം ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ, ട്രംപിന് അതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ സമയത്ത് ഉയർന്നു വരുന്നത്.